ഫ്രണ്ട്സ്, MR വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് കുറേ പേരുടെ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് ഇന്നത്തെ വീഡിയോ. എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ലൈവിൽ വന്നിട്ടായാലും ഞാൻ പല ലൈവുകളിൽ ചെല്ലുമ്പോഴായാലും എൻ്റെ കമൻറ്റ് ബോക്സിലും വീഡിയോയുടെ അടിയിലുള്ള കമൻറ്റ് ബോക്സിലും അതുപോലെ പേഴ്സണലായിട്ടും കുറേ പേരെൻ്റെ അടുത്ത് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. എനിക്കിപ്പോൾ ഈ വയ്യാതാകുമ്പോഴൊക്കെ വീട്ടിലെ കാര്യങ്ങൾ, നമ്മുടെ വീട്ടിലെ ഫുഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നു എന്ന് ഒരു ക്വസ്റ്റ്യൻ എല്ലാവരും ചോദിച്ചിട്ടുണ്ട്. അതിനുള്ള ഒരു ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ എനിക്ക് വയ്യാതാകുമ്പം തീർച്ചയായിട്ടും അണ്ണനും മക്കളും തന്നെയാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. മുന്നേയൊക്കെ ആണെങ്കിൽ അമ്മയൊക്കെ വരുമായിരുന്നു, അമ്മയും നാത്തൂനൊക്കെ വന്ന് ഹെൽപ്പ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ പിന്നെ മണിയണ്ണൻ നാട്ടിലുണ്ട്, മക്കളും വളർന്ന്, അതുകൊണ്ട് അവർ തന്നെ കാര്യങ്ങളൊക്കെ അങ്ങ് മാനേജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാം എന്ന് ഞാൻ വിചാരിച്ചു. ഇതിപ്പോൾ എനിക്ക് കുറച്ച് ആവതായ ദിവസമായിരുന്നു കേട്ടോ. ഇപ്പം നമുക്ക് കക്ക കിട്ടിയിന്ന്. കക്ക, ഇതിനെ നമ്മളിവിടെ കക്കയെന്നാണ് പറയുന്നത്. നിങ്ങളൊക്കെ ഇതിനെ എന്താണ് പറയുന്നതെന്ന് കൂടി കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ. അത് കിട്ടിയപ്പോൾ പിന്നെ ഞാൻ അതൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കും. ഇതൊക്കെ ഞാൻ തന്നെ ചെയ്തില്ലെങ്കിൽ എനിക്കെന്തോ ഒരു സമാധാനം വരത്തില്ല. കൊണ്ടൊന്ന് ക്ലീൻ ചെയ്ത് ഞാൻ അടപ്പേ വെച്ച് കൊടുത്ത് അത് വെന്ത് കഴിഞ്ഞപ്പോൾ രണ്ടാൾ കൂടി ഇരുന്ന്, സച്ചിക്കുട്ടനും ഇച്ചിക്കുട്ടനും കൂടി ഇരുന്ന് അത് പറക്കി എടുക്കുമായിരുന്നു കേട്ടോ. ഇപ്പം എനിക്ക് വയ്യാതാകുമ്പോൾ എന്ന് വെച്ചാൽ അവരുടേതായ വെർഷനുള്ള ഫുഡിങ് ആയിരിക്കും കൂടുതലും. ചപ്പാത്തി, സോയാബീൻ അങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. എന്തോ ആയാലും ചെയ്തെടുക്കും. ഇന്നിപ്പം കക്കാക്കറിയൊക്കെ വെക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് നാളെ നിച്ചുക്കുട്ടന് കൊണ്ടുപോകാനുള്ള അവിയലിന് അരിയുമായിരുന്നു. നാളത്തേക്കുള്ള അവിയലിന് അരിഞ്ഞു വെക്കാറ്. കാരണം വയ്യാതാകുമ്പം അവർ തന്നെയാണ് രാവിലെ നിച്ചുക്കുട്ടൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന. അണ്ണനും അച്ചുക്കുട്ടനും ഉണ്ടല്ലോ. ഞാൻ രാവിലെ എണീക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അവർക്ക് ജോലി വരാതിരിക്കാൻ വേണ്ടി തലേന്നേ കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്ത് വെക്കുമായിരുന്നു. പിന്നെ ഇപ്പോൾ കക്കാത്തോരൻ വയ്ക്കാനും പിന്നെ നാളത്തെ ചമ്മന്തിക്കും അവിയലിനും ഒക്കെ തേങ്ങയൊക്കെ വേണമായിരുന്നു. അതൊക്കെ തിരിങ്ങി വെക്കുമായിരുന്നു സച്ചിക്കുട്ടൻ. പിന്നെ ഞാൻ അപ്പോഴത്തേക്ക് അവരെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പിന്നെ വന്ന് കക്കാത്തോരൻ വയ്ക്കാനായിട്ട് വന്നു. അപ്പോൾ അതിൻ്റെ റെസിപ്പി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കുറച്ച് സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്, പച്ചമുളക്, കുറച്ച് തേങ്ങാക്കൊത്ത്, കറിവേപ്പില, പിന്നെ പൊടികൾ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തേങ്ങ, കക്ക, ഇത്രയും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം നമുക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ച് ആദ്യം തേങ്ങാക്കൊത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. തേങ്ങാക്കൊത്ത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള പിന്നെ പച്ചമുളകും ചേർത്ത് കൊടുക്കാം. പച്ചമുളകും സവാളയും ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും പിന്നെ നമുക്കതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയോടെ ചേർത്തിട്ട് പിന്നെ നമുക്കൊന്ന് അടച്ച് വെച്ച് കുറച്ച് നേരം ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് തുറന്ന് നോക്കാം. ഞാനിതിനകത്തേക്ക് ആദ്യം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ആ സവാളയും പച്ചമുളകും ഇടുന്ന കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് കൊടുക്കാമായിരുന്നു. പിന്നെ നമുക്കതിലേക്ക് പൊടികളായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി ഒക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും ഒന്ന് പച്ചമണം മാറിയപ്പോഴത്തേക്കും അതിലേക്ക് കക്കായും തട്ടിയിട്ടിട്ട് ഒന്ന് വാട്ടിയിട്ട് പിന്നെ അതിലേക്ക് തേങ്ങായൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് കഴിഞ്ഞിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് പിന്നെ കുറച്ച് മസാലപ്പൊടിയും അതുപോലെ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. മുന്നെയൊക്കെ ആണെങ്കിൽ ഞാൻ കക്കായ്ക്ക് അരപ്പ് സെപ്പറേറ്റ് മിക്സിയിലിട്ട് അരയ്ക്കും. ഇപ്പോൾ ഈസി കോസി റെസിപ്പിയിലോട്ട് മാറിയതിന് ശേഷം ആ അരപ്പ് ലാഭിക്കാനായിട്ട് ഇങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ചേർത്ത് ഇങ്ങനെ അല്ലെങ്കിൽ നമ്മൾ വെളുത്തുള്ളിയും കുരുമുളകും എല്ലാം ചേർത്തിട്ട് തേങ്ങ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ആ ഒരു അരപ്പ് ഞാനങ്ങ് ലാഭിക്കാനാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത്. ഇപ്പം നമ്മളെല്ലാം ഈസി റെസിപ്പികളാണല്ലോ ചെയ്യുന്നത്. എൻ്റെ സൗണ്ട് ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ല കേട്ടോ. പിന്നെ അതൊന്ന് അടച്ച് വെച്ച് കൊടുത്ത് വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ തോരൻ റെഡിയായി. അപ്പോഴത്തേക്കും പിന്നെ നമ്മൾ കക്കാപ്പുളി വയ്ക്കാനായിട്ട് പോയി. കക്കാപ്പുളിക്ക് ചിലപ്പോൾ കക്ക രസം എന്നായിരിക്കും നിങ്ങളൊക്കെ പറയുന്നത്, എന്തായാലും കമൻറ്റ് ചെയ്യണേ. അതിലേക്ക് നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി, ഒരു കുഞ്ഞ് സവാള, അത്രയും വെച്ചിട്ട് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വന്നേ. എന്നിട്ട് ഒരു ചട്ടി വെച്ച് കൊടുക്കാം. അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇങ്ങനെ ഒരുമിച്ച് കുറേ ഉണ്ടാക്കി വെക്കുന്നത് ഇങ്ങനെയൊക്കെ നമുക്ക് എളുപ്പ പണികൾക്ക് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യും കേട്ടോ. എന്നിട്ട് ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ പച്ചമുളകും ചേർത്ത് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരിതിൽ കറിവേപ്പിലയും ചേർത്ത്
അതൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മിക്സ് ഉണ്ടല്ലോ അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മുടെ കക്കാ വെള്ളം ഉണ്ടല്ലോ, കക്ക വേവിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ വെള്ളമില്ലേ അതൊഴിച്ച് കൊടുക്കാം. അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ ഞാൻ അരച്ചപ്പം കുരുമുളക് അരയ്ക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുരുമുളക് പൊടി കൂടെ ചേർക്കാം, അല്ലെങ്കിൽ അരപ്പിൻ്റെ കൂടെ കുരുമുളക് അരച്ചാൽ മതി. എന്നിട്ടൊന്ന് അടച്ച് വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കക്കാപ്പിൾ റെഡിയാവും. അപ്പോഴത്തേക്കും നമ്മുടെ കക്കാത്തോരൻ്റെ ഫൈനൽ ലുക്ക് കണ്ട ഇങ്ങനെയായിരുന്നു. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ അത്താഴം ഇതൊക്കെയായിരുന്നു. ഉച്ചയ്ക്ക് അവർ പാവയ്ക്ക തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ പാവയ്ക്ക തോരൻ ഉണ്ടായിരുന്നു, കൂടെ നമ്മുടെ കക്കാത്തോരൻ, പിന്നെ കുറച്ച് സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഷുഗറൊക്കെ കൂടുതലായതുകൊണ്ട് വീണ്ടും സലാഡിലോട്ടൊക്കെ തിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കക്കാരസവും. ഇത്രയായിരുന്നു ഇന്നത്തെ നമ്മുടെ അത്താഴം. കുറേ നാളുകൾക്ക് ശേഷം, എനിക്ക് വയ്യാതായതിന് ശേഷം ഇന്നാണ് കേട്ടോ ഇത്രയും കറിയൊക്കെ കൂട്ടി പിന്നെ അത്താഴം കഴിക്കുന്നത് എല്ലാവരും. അല്ലെങ്കിൽ പിന്നെ അവരുടെ ഈസി കോസി മെത്തേഡുകളായിരുന്നു മൊത്തവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാൻ മറക്കരുതേ. പുതിയ വീഡിയോസുമായിട്ട് എത്താം. അതുവരേക്കും ടാറ്റ ബൈ ബൈ.